ഇത് ഡയറി മിൽക്കിന്റെ ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ്. പക്ഷേ ഫ്രെഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറി മിൽക്കിന്റെ ഈ ചോക്ലേറ്റ് ഓൾറെഡി ഉണ്ട്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റും കൂടിയാണ്. ഇത് ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ശരിക്കും ഈ ഫ്രെഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയനിലും ഫ്രഞ്ചിലൊക്കെ കോൾഡ് എന്നാണ് അർത്ഥം. ഡയറി മിൽക്കിന്റെ ഇതിനകത്ത് ഫ്രെഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോഗിനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തവളേനെ ഇത് ഷേപ്പിലാണ് ഈ ചോക്ലേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ചോക്ലേറ്റ് അട്രാക്റ്റ് ആവും. ഇങ്ങനത്തെ ഒരു പാക്കറ്റിനകത്ത് 5 ഡയറി മിൽക്കിന്റെ ഈ കുഞ്ഞു ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഫ്രോഗിന്റെ ആ ഷേപ്പ് ശരിക്കും ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അടിയായിട്ട് ഞാൻ ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞാൽ എന്തായാലും മിസ്സായിട്ടുണ്ടാവും. എന്തായാലും ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് വാങ്ങുന്നത്. ഇതിനകത്ത് ഇവർ 5 പാക്കറ്റിൽ വെക്കുന്നത് ശരിക്കും നമുക്ക് ഷെയർ ചെയ്യാനുള്ള എളുപ്പത്തിനും കൂടിയാണ്. ഈ കവർ പൊട്ടിച്ച് ഞാൻ ഈ ചോക്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ശരിക്കും കാർട്ടൂൺ ഷേപ്പിലാണ് ഇതിനകത്ത് ഈ തവളേൻ്റെ ഷേപ്പ് ഉള്ളത്. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. ശരിക്കും ഡയറി മിൽക്കിൻ്റെ ആ സെയിം ഫ്ലേവറാണ്. പക്ഷേ ഇതിൻ്റെ ലുക്ക് വൈസിൽ നമ്മൾ ശരിക്കും ഇത് വാങ്ങി കഴിച്ചു പോകുന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ചോക്ലേറ്റിന് അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു, തിന്നായിട്ടുള്ള ചോക്ലേറ്റ് അല്ല. പിന്നെ ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡയറി മിൽക്കിൻ്റെ ഇങ്ങനത്തെ ചോക്ലേറ്റ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്തായാലും കാണുന്നത്.